ആ ആദിത്യവർമ്മ ഈയിടെയായി പത്രമൊക്കെ വായിക്കുന്നുണ്ടല്ലോ. ആ എന്താന്നറിയില്ല, ഈയിടെ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല, അപ്പൊ പത്രം വായിക്കുന്നു. അല്ല, മോളുടെ മുഖം കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. മോൾ ആരാ? ഇത് ഞാനാ, അച്ഛന്റെ മിനിമോളാ. അച്ഛന്റെ മോള്. ഡോക്ടർ, ഇത് പറ ഡോക്ടറെ. മിനിമോളെ. മോളെ, അച്ഛനെന്നെ കണ്ടിട്ട് മനസ്സിലായല്ലോ അല്ലേ? നീ വളർന്ന് വലിയ കുട്ടിയായല്ലോ. ആ പിന്നെ അച്ഛന്റെ കമ്പനിയുടെ ഓണർ ആ സ്നേഹയില്ലേ, നീ ഇപ്പൊ അവരെ കാണാറുണ്ടോ? അവളിപ്പോൾ എവിടെയാ? ആ സ്നേഹാന്റിയെ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇപ്പൊ വിളിച്ചുതരാം. ഹലോ സ്നേഹാന്റി. ഹലോ സ്നേഹാന്റി, ഒടുവിൽ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ദേ അച്ഛനോ ഓർമ്മ തിരിച്ചു കിട്ടി. അതെയോ? താങ്ക് ഗോഡ്. നോക്ക് സ്നേഹ, നിനക്ക് സുഖാണോ? നമ്മുടെ കമ്പനി ഇപ്പൊ എങ്ങനെ പോകുന്നു? വർമാജി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതോടെ കമ്പനി നോക്കി നടത്താൻ ആളില്ലാതായി. ഒടുവിൽ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വിവാഹം കഴിച്ചു. അതെന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ദുരന്തമായി. അതെങ്ങനെ? എന്റെ സ്വത്തിൽ മാത്രമായിരുന്നു അയാളുടെ കണ്ണ്. മദ്യപാനവും ധൂർത്തുമായി എല്ലാം നശിപ്പിച്ചു. നഷ്ടവും കടവും കൂടിയപ്പോൾ ഞാൻ കമ്പനി വിറ്റു. ഈശ്വര, കേരളത്തിലെ നമ്പർ 1 കമ്പനി നീ വിറ്റോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും വർമാജി? എല്ലാം പോയി. ആട്ടെ, നിനക്ക് മക്കളില്ലേ? ഭാഗ്യത്തിന് മക്കളില്ല. വല്ലവരും ഉണ്ടായിരുന്നെങ്കിൽ ഞാനും എന്റെ മക്കളും കൂടി എന്നെ ആത്മഹത്യ ചെയ്തേനെ. ശരി, ഞാൻ അല്പം കഴിഞ്ഞ് മിനിമോളുമായി നിന്റെ വീട്ടിലേക്ക് വരാം. ഓക്കെ? കഷ്ടായിപ്പോയി. ആ മോളെ, ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല. അതെങ്ങനെ? അസുഖം മാറിയോ ഇല്ലോ എന്ന് തീരുമാനിക്കുന്ന രോഗിയല്ല, ഡോക്ടറാണ്. സർ, എന്റെ അച്ഛൻ എന്നെ മിനിമോളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം തന്നെ എന്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാന്ന് ഡോക്ടർ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോ അതൊന്നും ശരിയാകില്ല. ഞങ്ങൾക്ക് ഇയാളെ ഡീറ്റെയിൽ ആയി ഒന്ന് ചെക്ക് ചെയ്യണം. മിനിമം ഒരു 6 മാസം ഇവിടെ കിടക്കണം. 6 മാസം ആക്കണ്ട, 6 കൊല്ലെടുത്തോ. അത്രയും കാലം പൈസ കിട്ടില്ലോ നിങ്ങൾക്ക്. യു ബ്ലഡി ഡോക്ടർ പ്ലീസ്. എന്റെ അച്ഛൻ ഇപ്പൊ എല്ലാവരെയും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പഴയതെല്ലാം ഓർമ്മയുണ്ട്. അതുകൊണ്ട് എന്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്തൂടെ? മിനിമോളെ, പഴയതെല്ലാം ഓർക്കുന്ന, മക്കളെ കണ്ടാൽ തിരിച്ചറിയുന്ന എത്രയോ ഭ്രാന്തന്മാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് മാത്രം അവരെല്ലാം പുറത്തുവിടാൻ പറ്റുമോ? മാത്രവുമല്ല, ഇവന്റെ ചികിത്സാ ഇനത്തിൽ 2.5 ലക്ഷത്തോളം രൂപ ഈ ഹോസ്പിറ്റലിൽ അടക്കേണ്ടതുണ്ട്. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കടാ, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?